ഹായ് കുട്ടികളെ, നമ്മൾ നാലാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. ഈ വീഡിയോയോടുകൂടി ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോണിക്സ് തിയറം എന്ന് പറയുന്നൊരു തിയറമാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും ഉണ്ട്. അപ്പോൾ ആ തിയറത്തിൻ്റെ പ്രൂഫിന് ആവശ്യമായിട്ട് വരുന്ന ഒരു ലെമ്മയാണ് ഇവിടെ പറയുന്നത്. An R regular graph R greater than or equal to 1 has edge chromatic number R if and only if G has one factorization. അതായത് ഒരു ആർ റെഗുലർ ഗ്രാഫ് എടുക്കുകയാണ്. ആർ റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിലെ ഏതൊരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 6 ആയിരിക്കും. അതിന് എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഹാസ് വൺ ഫാക്ടറൈസേഷൻ. അതിന് എന്തുണ്ടാവണം? വൺ ഫാക്ടറൈസേഷൻ ഉണ്ടാവണം. എഡ്ജ് ക്രോമാറ്റിക് നമ്പർ 6 ആവണം എന്നുണ്ടെങ്കിൽ. അതുപോലെ തിരിച്ചും ഒരു ആർ റെഗുലർ ഗ്രാഫിൻ്റെ അകത്ത് വൺ ഫാക്ടറൈസേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ എന്താണ് തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ച വൺ ഫാക്ടർ എന്താണ്, വൺ ഫാക്ടറൈസേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക. അത് നല്ലതായിരിക്കും ഈ ഒരു പ്രൂഫ് മനസ്സിലാക്കാനായിട്ട്. ഈ പ്രൂഫ് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ലാസ്റ്റ് മാത്രമേ ഈ പ്രൂഫിൻ്റെ അകത്ത് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നുള്ളൂ. അതും വലുതായിട്ടൊന്നുമില്ല. ജസ്റ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കി തന്നെ നമുക്കത് ഈസി ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റും. എന്തായാലും പ്രൂഫ് നോക്കാം. ഈ പ്രൂഫ് എന്ന് പറയുന്നത് ഇഫ് ജി ഈസ് എ നോൺ എംപ്റ്റി ബൈപാർട്ടിയേറ്റഡ് ഗ്രാഫ്. ജി എന്ന് പറയുന്നത് ഒരു ബൈപാർട്ടിയേറ്റഡ് ഗ്രാഫാണ്. ബൈപാർട്ടിയേറ്റഡ് ഗ്രാഫാണ് ജി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ഓഫ് ജി ആണ്. ഒരു ബൈപാർട്ടിയേറ്റഡ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആ ജി എന്ന് പറയുന്ന ഗ്രാഫിലെ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി എത്രയാണോ ആ ഹയസ്റ്റ് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്. എപ്പോൾ? ജി എന്ന് പറയുന്നത് ബൈപാർട്ടിയേറ്റഡ് ഗ്രാഫ് ആണെങ്കിൽ. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൂഫാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അതായത് ഇങ്ങനെ കുറേ എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു ചുരുക്കത്തിൽ ഞാനിവിടെ താഴെ എഴുതിയിട്ടുണ്ട്. അത് വെച്ച് അങ്ങ് പ്രൂഫ് പറഞ്ഞു പോവാം. അപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ അകത്ത് കുറേ അധികം ബൈപാർട്ടിയേറ്റഡ് ആണ്. അതിൻ്റെ അകത്ത് കുറേ അധികം വെർട്ടെക്സുകളുണ്ട്. അപ്പോൾ ഓരോ വെർട്ടെക്സിനും എന്തുണ്ട്? ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആ ഡിഗ്രിയിൽ മാക്സിമം ഡിഗ്രി ഉണ്ട്, മിനിമം ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആ ഗ്രാഫിൻ്റെ മാക്സിമം ഡിഗ്രിയാണ് ഡെൽറ്റ ജി ഈക്വൽ ടു 6 എന്ന് പറഞ്ഞെടുത്തത്. നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വലിയൊരു ഗ്രാഫുണ്ട് എച്ച്. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ അകത്ത് എല്ലാ വെർട്ടെക്സുകൾക്കും ഒരേ ഡിഗ്രി ആവണമെന്നില്ല. ആർ റെഗുലർ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. എല്ലാ വെർട്ടെക്സുകൾക്കും എന്താണ് ഡിഗ്രി 6 റെഗുലർ ആവണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധമില്ല. ചില വെർട്ടെക്സുകളുടെ ഡിഗ്രി 6 ആവാം, ചിലതിൻ്റെ 6-നേക്കാൾ കുറവാവാം, കൂടുതലാവത്തില്ല. കാര്യം വെച്ചാൽ ഏറ്റവും മാക്സിമം ആണ് നമ്മൾ 6 എന്ന് പറഞ്ഞെടുത്തത്. ആ ഏറ്റവും മാക്സിമം വരുന്ന ഡിഗ്രിയാണ് ഞാൻ 6 എന്ന് യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി 6 ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അതിനേക്കാൾ കുറവുള്ള ഡിഗ്രിയുള്ള വെർട്ടെക്സുകളും ഉണ്ടാവാം. എന്തായാലും ഞാൻ ഇതാണ് പറയാൻ പോകുന്നത്. ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ കാര്യമാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. എന്തായാലും ജിയെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി 6 ആവുന്ന ഒരു ആർ റെഗുലർ ഗ്രാഫ് എച്ച് ഉണ്ടെന്ന് ആദ്യം പ്രൂവ് ചെയ്യും. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ആർ റെഗുലർ ബൈപാർട്ടിയേറ്റഡ് ഗ്രാഫ് ഉണ്ട് എച്ച്. അതായത് പുതിയതായിട്ട് ഒരെണ്ണം നമുക്ക് വരയ്ക്കാൻ പറ്റും എച്ച്. അതിൻ്റെ സബ് ഗ്രാഫ് ആയിരിക്കും ജി എന്നുള്ള രീതിയിൽ. അതായത് ജിയെ കണ്ടെയ്ൻ ചെയ്യുന്ന വലിയൊരു ഗ്രാഫ് എച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പോവാം ഞാനത്. അപ്പോൾ ആ എച്ചിൻ്റെ ഏതൊരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എടുത്താലും അതെന്തായിരിക്കും? 6 ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ് ജി എന്ന് പറയുന്ന ഗ്രാഫ് ഇറ്റ്സെൽഫ് അതിൻ്റെ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി 6 ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രൂഫായി. അപ്പം ഞാൻ പറയുകയാണ്, അപ്പോൾ എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി 6 അല്ല, ചില വെർട്ടെക്സുകളുടെ ഡിഗ്രി 6-നേക്കാൾ കുറവാണ്. അപ്പം 6-ന് സ്ഥാനത്ത് ഞാൻ 10 എന്ന് കഴിഞ്ഞാൽ ചിലതിൻ്റെയൊക്കെ ഡിഗ്രി 8, ചിലതിൻ്റെ 7, 6, 5, ചിലതിൻ്റെയൊക്കെ 10 ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കി ചിലതിൻ്റെ 8, 7, 6, 5 ഒക്കെ കിടക്കുന്ന സാധനങ്ങളെല്ലാം എന്താവണം? 10 ആയിട്ട് മാറണം. അപ്പോൾ അങ്ങനെ മാറി അങ്ങനെ കിട്ടുന്ന പുതിയ ഗ്രാഫിനെയാണ് നമ്മൾ എച്ച് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ പ്രൂഫിലേക്ക് തന്നെ വരികയാണ്. അപ്പം ഞാൻ എന്തെടുത്തു? ആദ്യം ഡെൽറ്റ ഓഫ് ജി ഈക്വൽ ടു 6 എന്ന് എടുത്തു. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഒരുപാട് വെർട്ടെക്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ള വെർട്ടെക്സിനെ ഡിഗ്രി ഞാൻ 6 ചൂസ് ചെയ്തു. അതിൽ ചില വെർട്ടെക്സിൻ്റെ ഡിഗ്രി 6-നേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ആർ റെഗുലർ ബൈപാർട്ടിയേറ്റഡ് ഗ്രാഫ് വേറെ എച്ച് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൺസ്ട്രക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ചില വെർട്ടെക്സ് അതുകൊണ്ട് തന്നെ ജിയിലെ ചില വെർട്ടെക്സുകളുടെയൊക്കെ ഡിഗ്രി 6-നേക്കാൾ
കുറവായിരിക്കും. അതുകൊണ്ടാണ് ഡെൽറ്റ ഓഫ് ജി ലെസ് ദാൻ ആർ എന്ന് എടുത്തത്. അതായത് ജിയുടെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് ആറിനേക്കാൾ കുറവായിരിക്കുമെന്ന്. അതായത് ചില വെർട്ടെക്സുകളുടെ ഡിഗ്രി ആറിനേക്കാൾ കുറവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സെന്റൻസ് ഡെൽറ്റ ഓഫ് ജി ലെസ് ദാൻ ആർ എന്ന് എടുത്തു വെച്ചത്. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്ന ഗ്രാഫ് എന്താണ്? ബൈപാർട്ടേറ്റഡ് ഗ്രാഫ് ആണ് അല്ലേ? ബൈപാർട്ടേറ്റഡ് എന്ന് വെച്ചാൽ അതിനെ 2 പാർട്ടേറ്റഡ് സെറ്റുകളായിട്ട് തിരിക്കാൻ പറ്റും. അതായത് ജിയുടെ ഒരു പാർട്ടേറ്റഡ് സെറ്റ് യു നോട്ടും ഒരു പാർട്ടേറ്റഡ് സെറ്റ് എന്താണ്? ഡബ്ല്യു നോട്ടും ആണ്. അതായത് ഇതിനെ ഇവിടുന്ന് ഇങ്ങനെ 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 ഇതേ രീതിയിൽ വരുന്നതാണല്ലോ ബൈപാർട്ടേറ്റഡ് ഗ്രാഫ്. അതിൽ ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന സാധനത്തിന് യു നോട്ടെന്നും ഇതിന് ഡബ്ല്യു നോട്ടെന്നും ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിനെ ഞാൻ കോപ്പി ചെയ്തു, ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തു. അതായത് ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിനെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇത് ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വരച്ചു. എന്നിട്ട് അതിന് ഞാൻ ജി ഡാഷ് എന്ന് പേര് കൊടുത്തു. അതിൻ്റെ യു നോട്ടിന് യു നോട്ട് ഡാഷ് എന്നും ഡബ്ല്യു നോട്ടിന് ഡബ്ല്യു നോട്ട് ഡാഷ് എന്നും പേര് കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കുക, ജി എന്ന് പറയുന്ന ഗ്രാഫ് ഇവിടെ ഉണ്ട്. എനിക്ക് വേണ്ടത് എച്ച് ആണ്, എച്ച് കൺസ്ട്രക്ഷനാണ്. ആ എച്ചിൻ്റെ കൺസ്ട്രക്ഷനാണ് ഞാൻ എങ്ങനെയാണെന്നാണ് ഞാനിവിടെ പറയുന്നത്. ജി തന്നെ കോപ്പി ചെയ്തു ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ജി ഡാഷ് എന്നും യു നോട്ട് ഡാഷ് ഡബ്ല്യു നോട്ട് ഡാഷ് എന്നും പേരും മാറ്റി കൊടുത്തു. എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ചില വെർട്ടെക്സുകളുടെ ഡിഗ്രി ആറിനേക്കാൾ കുറവെന്നല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ കുറവ് ഡിഗ്രിയുള്ള വെർട്ടെക്സുകളെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യു നോട്ടിനകത്ത് ഇയാൾക്ക് ഇപ്പം 6 ഡിഗ്രിയേക്കാൾ കുറവാണ് ഈ ഇരിക്കുന്ന വെർട്ടെക്സ്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിൽക്കുന്ന ഇയാൾക്ക് 6നേക്കാൾ കുറവല്ലേ വന്നത്. അപ്പോൾ ഇവരെ തമ്മിൽ എന്ത് ചെയ്യും? യോജിപ്പിക്കും. അപ്പോൾ അതേപോലെ ഇയാളും ഡിഗ്രി 6നേക്കാൾ കുറവാണ്. അപ്പോൾ ഇവരെ തമ്മിൽ എന്ത് ചെയ്യും? യോജിപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ അത് 6 ആവാം, 6 ആവാതെ ഇരിക്കാം. എന്തായാലും അവർ അങ്ങനെ കുറവ് ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളെല്ലാം യോജിപ്പിച്ചു. അതുപോലെ തന്നെ ഇയാളും ഡിഗ്രി 6നേക്കാൾ കുറവാണ്. അപ്പോൾ ഇവരെ തമ്മിൽ എന്ത് ചെയ്യും? യോജിപ്പിച്ചെടുക്കും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇവരെ തമ്മിൽ യോജിപ്പിച്ചെടുക്കും. അങ്ങനെ കിട്ടുന്ന പുതിയ ഗ്രാഫിന് ഞാൻ എന്ത് പേര് കൊടുത്തു? G1 എന്ന് കൊടുത്തു. ആ കിട്ടുന്ന ഗ്രാഫ് G1 എന്തുമായിരിക്കും? ഒരു ബൈപാർട്ടേറ്റഡ് ഗ്രാഫ് ആയിരിക്കും. ഇവർ തമ്മിൽ കണക്ഷൻ വന്നതുകൊണ്ട് ബൈപാർട്ടേറ്റഡ് ഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഈ യു നോട്ടും ഈ ഡബ്ല്യു നോട്ട് ഡാഷും കൂടെ എടുത്തിട്ട് വേണം പുതിയ ബൈപാർട്ടേറ്റഡ് സെറ്റിൻ്റെ പാർട്ടേറ്റഡ് സെറ്റ് എന്ന് പറയുമ്പോൾ 2 പാർട്ടീഷനായിട്ട് തിരിക്കാൻ പറ്റണം. ആ പാർട്ടീഷനായിട്ട് തിരിക്കുന്ന ഇവർ തമ്മിൽ കണക്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് പാർട്ടീഷനകത്ത് ഇവരെ തമ്മിലല്ല യൂണിയൻ എടുക്കുന്നത്. ഈ യു നോട്ടും ഡബ്ല്യു നോട്ട് ഡാഷും തമ്മിൽ യൂണിയൻ എടുക്കും. അതിന് U1 എന്ന് പേര് കൊടുത്തു. അതുപോലെ തന്നെ G1ൻ്റെ അകത്ത് അടുത്ത പാർട്ടേറ്റഡ് സെറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ യു നോട്ട് ഡാഷും ഈ ഡബ്ല്യു നോട്ടും കൂടെ യൂണിയൻ ആയിട്ട് എടുക്കും. എന്നിട്ട് അതിന് ഞാൻ എന്ത് പേര് കൊടുത്തു? W1 എന്ന് പേരും കൊടുത്തു. നോക്കുക, അതായത് പാർട്ടേറ്റഡ് സെറ്റ് വരയ്ക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇതിങ്ങനെയാണ് വരുന്നത്. ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവത്തില്ല. അതായത് യു നോട്ട് ഡബ്ല്യു നോട്ടും ആണ് ജിയിലെ പാർട്ടേറ്റഡ് സെറ്റുകൾ. അതിൽ യു നോട്ടിലെ ഒരാൾ തമ്മിലും എന്തുണ്ടാവത്തില്ല? കണക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചതെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇവിടെ വരുന്നത് ഇവർ രണ്ടും തമ്മിൽ എന്തില്ല? ഡിഗ്രി കുറവാണ്. ഇവരെ തമ്മിൽ യോജിപ്പിച്ച് വെച്ചു. അപ്പം നമുക്ക് അങ്ങനെ ആ രീതിയിൽ യോജിപ്പിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന പുതിയ ഗ്രാഫാണ് ജിയും ജി ഡാഷും എല്ലാം കൂടെ ചേർന്ന് വന്ന പുതിയ ഗ്രാഫാണ് G1 എന്ന് പേര് വിളിച്ചത്. ആ G1 എന്ന് പറയുന്ന ഗ്രാഫ് അപ്പോൾ എന്താണ്? ബൈപാർട്ടേറ്റഡ് ഗ്രാഫാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ബൈപാർട്ടേറ്റഡ് ഗ്രാഫിലും ഇതേപോലെ 2 ആൾക്കാർ വേണം. യു നോട്ട് ഡബ്ല്യു നോട്ട് എന്ന് പറയുന്ന പോലെ 2 ആൾക്കാർ വേണ്ടേ? അത് U1ഉം W1ഉം ആണ്. ആ U1ഉം W1ഉം ഉണ്ടാക്കുന്നത് എങ്ങനെ? യു നോട്ടും ഡബ്ല്യു നോട്ട് ഡാഷും തമ്മിൽ യൂണിയൻ എടുക്കുന്ന സെറ്റ്. അതേപോലെ W1 എന്ന് പറയുന്നത് ഡബ്ല്യു നോട്ടും യു നോട്ട് ഡാഷും തമ്മിൽ യൂണിയൻ എടുക്കുന്ന സെറ്റ്. അതാണ് G1ൻ്റെ ബൈപാർട്ടേറ്റഡ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഡിഗ്രി കുറവുള്ള ആൾക്കാരെ തമ്മിൽ യോജിപ്പിച്ചെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജിക്കകത്ത് നിൽക്കുന്ന ചില വെർട്ടെക്സുകൾക്ക് 6 എന്ന് പറയുന്ന ഡിഗ്രി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ അതെന്ത് വരും? ഇവിടെ എന്താണ് 6 എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു 5 ആണെന്ന് വിചാരിച്ചോ. 6 ഡിഗ്രി എന്ന് പറയുന്ന 5 ആണ് വരേണ്ടത്. ഇവിടെ നിൽക്കുന്നവർക്ക് 4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇതേ രീതി യോജിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പുതിയ ഗ്രാഫിന് ഇപ്പോൾ ഈ 4 എന്നുള്ള ഒന്നും കൂടെ കൂടിയിട്ട് എന്തായിട്ട് മാറും? 5 ആവും. അങ്ങനെ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എങ്ങനെ ആവും? 5 ആവും. അപ്പോൾ ഇവിടെ 3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇയാളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അതെന്താവും? 4 ആവും. അപ്പം എല്ലാം 5 ആയില്ല. അപ്പോൾ സ്റ്റിൽ ഇവിടെ ഒരാൾ കുറവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അയാളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി? ഇതേ സ്റ്റെപ്പ് തന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യേണ്ടി വരും. അതാണ് G2 എന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പം എന്തായാലും അപ്പം നമ്മൾ അതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് മിനിമം ഡിഗ്രി ഉള്ള വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായി? ഒന്നുകൂടി. അതായത് ഡെൽറ്റ ഓഫ് G1ൻ്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഡിഗ്രി ഡെൽറ്റ ഓഫ് G ആയിരുന്നെങ്കിൽ ഡെൽറ്റ ഓഫ് G1 എന്ന് പറയുന്ന മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് ഇതിനേക്കാൾ 1 കൂടുതലുള്ളത് കിട്ടി. അങ്ങനെ ഇൻ ദ സെയിം വേ ഇതേ പ്രൊസീജിയർ തന്നെ എടുക്കുന്നു. G1ഉം G1 ഡാഷും കൂടി എടുക്കുന്നു. അതായത് ഈ പുതിയ ഗ്രാഫ് ഇവിടെ വെക്കുന്നു, അതിൻ്റെ കോപ്പി എടുത്ത് ഇപ്പുറത്തോട്ട് വെക്കുന്നു. ഇതേപോലെ കുറവ് ഡിഗ്രി ഉള്ള 2 ആൾക്കാരെ തമ്മിൽ യോജിപ്പിച്ചെടുക്കുന്നു. അപ്പോൾ കിട്ടുന്ന ഗ്രാഫാണ് G2.
അപ്പം G2ൻ്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് G1ൻ്റെ മിനിമം ഡിഗ്രിയേക്കാൾ 1 കൂടുതലായിരിക്കും. അപ്പോഴും ചില വർട്ടെക്സുകൾക്ക് ഡിഗ്രി 6 ആവാം, 6 ആവാതെ കുറഞ്ഞു നിൽക്കാം. അങ്ങനെ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതും 6 ആകുന്നത് വരെ എന്ത് ചെയ്യുക, ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇതേപോലെ കോപ്പി എടുത്ത് നമ്മൾ ആ കുറവ് ഡിഗ്രിയുള്ള വർട്ടെക്സുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊണ്ടുവരിക. അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രൊസീജിയർ. അങ്ങനെ നമ്മൾ എത്ര വരെ യോജിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫിലെ G എന്ന് പറയുന്ന ഗ്രാഫിലെ എല്ലാ വർട്ടെക്സുകളുടെയും ഡിഗ്രി എന്തായിട്ട് മാറണം, 6 ആകുന്നത് വരെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും, അതായത് ഒരു G10 വരെ ചെയ്യണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു G20 വരെ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും G10 അല്ലെ G20 എല്ലാ വർട്ടെക്സുകളുടെയും ഡിഗ്രി എന്തായിട്ട് മാറും, 6 ആയിട്ട് മാറും. ആ കിട്ടുന്ന പുതിയ ഗ്രാഫിനെ ഞാൻ എന്ത് പേര് കൊടുക്കും, H എന്ന് കൊടുക്കും. ഈ Hൻ്റെ ഒരു സബ് ഗ്രാഫ് ആയിരിക്കും അപ്പോൾ എന്താണ് ഈ G എന്ന് പറയുന്നത്. എന്തായാലും ഈ പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും ഈ പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും GK എന്ന് പറയുന്ന അല്ലെ G10 എന്ന് പറയുന്ന ഗ്രാഫിലെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 6 ആയിട്ട് മാറും. 6 ഈസ് ഈക്വൽ ടു K പ്ലസ് ഡെൽറ്റ ഓഫ് G. G3യുടെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് 3 പ്ലസ് ഡെൽറ്റ G ആണ്. G4ൻ്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് G4 എന്ന് പറയുന്നത് എന്ത് വരും, 4 പ്ലസ് ഡെൽറ്റ ഓഫ് G. അതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. G1 എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഡെൽറ്റ G, G2 എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഡെൽറ്റ ഓഫ് G1, ഡെൽറ്റ ഓഫ് G1 എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഡെൽറ്റ ഓഫ് G, 2 പ്ലസ് ഡെൽറ്റ G. അത്രയൊന്നുമില്ല പിള്ളേരെ, ഇതൊന്നുമില്ല. എന്തായാലും ഇതുപോലെ ജിയിൽ നിന്ന് ഈ ഒരു കൺസ്ട്രക്ഷൻ അപ്ലൈ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും GK എന്ന് പറയുന്ന പുതിയ ഗ്രാഫ് കിട്ടും. GKക്ക് ഞാൻ എന്ത് പേര് കൊടുത്തു, H എന്ന് കൊടുത്തു. ആ Hൻ്റെ അകത്ത് എല്ലാ വർട്ടെക്സുകളും എന്തായിരിക്കും, റെഗുലർ ആയിരിക്കും. അപ്പോൾ G എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ G എന്ന് പറയുന്ന ഗ്രാഫ് H എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സബ് ഗ്രാഫാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് Hൻ്റെ ക്രോമാറ്റിക് നമ്പറിനേക്കാൾ ചെറുതായിരിക്കും. H എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് കിട്ടി, ഒരു റെഗുലർ ബൈപാർട്ടേറ്റഡ് ഗ്രാഫ് ആണെന്ന് കിട്ടി. ഇവിടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു റെഗുലർ ഗ്രാഫ്, അത് ബൈപാർട്ടേറ്റഡ് ആണെങ്കിൽ അത് 1 ഫാക്ടറൈസേഷൻ, റെഗുലർ ബൈപാർട്ടേറ്റഡ് ഗ്രാഫ് ആണ്. അതായത് റെഗുലർ 1 ഫാക്ടറൈസേഷൻ ഉള്ള ഗ്രാഫാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 6 ആയിരിക്കും. അതായത് Hൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്താണെന്ന് കിട്ടി, 6 ആണെന്ന് കിട്ടി. അതായത് chi1 ഓഫ് G ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. chi1 ഓഫ് G എന്താണെന്ന് കിട്ടി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് കിട്ടി. വിസിക്സ് തിയറം എന്താ പറയുന്നത്, ഒരു ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് ജിയോ അല്ലെങ്കിൽ 1 പ്ലസ് ഡെൽറ്റ ഓഫ് ജിയോ ആവാം. ഡെൽറ്റ ഓഫ് G എത്രയാണെന്ന് നമുക്കറിയാം, 6 ആണ് അല്ലേ. അപ്പോൾ 6നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഒരിക്കലും 1 പ്ലസ് 6 ആവത്തില്ല, എന്തെന്ന് പറയുന്നത് എഡ്ജ് ക്രോമാറ്റിക് നമ്പർ ആവത്തില്ല. അപ്പം H എന്ന് പറയുന്നത് തന്നെ മാക്സിമം അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം എത്ര, 2 ഓപ്ഷനേ ഉള്ളൂ Gക്ക്, ഒന്നെങ്കിൽ 6 ആവാം അല്ലെങ്കിൽ 1 പ്ലസ് 6 ആവാം. അപ്പോൾ ഇതിൽ ഏതേ ആവത്തുള്ളൂ, 6 ആവത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ chi1 ഓഫ് G എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ് എന്ന് കിട്ടി. അപ്പം അത് തന്നെയാണ് ഇവരിവിടെ ബൈ തിയറം 1 ഫാക്ടറബിൾ കണ്ടെയ്ൻസ് R ഫാക്ടേഴ്സ് 1 റെഗുലർ സബ് ഗ്രാഫ് ഓഫ് EFI ഈക്വൽ ടു, അത് അത്രയും കാര്യമായിട്ട് നിങ്ങൾ ഇത് തന്നെയാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൂഫിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതും അത് തന്നെയാണ്. H എന്ന് പറയുന്നത് 1 ഫാക്ടറബിൾ ആയതുകൊണ്ട് അതേ രീതിയിൽ എഴുതി കൊണ്ടുവരാമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ നമുക്ക് ഞാൻ ഈ പറഞ്ഞു വെച്ച അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.